സ്നേഹ സൗഹൃദങ്ങളെ, നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു പഴയകാല ഗ്രാമീണ ശൈലി കാഴ്ചകളിലേക്കാണ്. ഗ്രാമീണ ശൈലി കാഴ്ചകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ ഇന്ന് അന്യം നിന്നു പോകുന്നു. കൊയ്ത്തുപാടങ്ങളും കൊച്ചു കൊച്ചു തോടുകളും പരൽ മീനുകളും അങ്ങനെ മിന്നിമറയുന്ന കാഴ്ചകൾ നമുക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ 50 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ഇത്തരം ഓർമ്മകളും അനുഭവങ്ങളും അനവധിയുണ്ട്. എന്നാൽ നമ്മളുടെ പിന്മുറക്കാട്ടർ വരുന്ന നമ്മുടെ കൊച്ചുമക്കൾക്കൊന്നും ഇത്തരം കാഴ്ചകൾ ഒക്കെ അന്യമാണ്. ആ കൊച്ചുമക്കളിൽ ഇത്തരം കാഴ്ചകളുടെ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇത്തരമൊരു വീഡിയോയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഇത് എൻ്റെ കൊച്ചുമകൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഇത്തരം കാഴ്ചകൾ അവർ കണ്ടിട്ട് പോലുമില്ല. കാരണം അവർ വളരുന്നതും ജീവിക്കുന്നതുമൊക്കെ വീടിൻ്റെ അകത്തളങ്ങളിലും മാളുകളിലും സ്കൂളുകളിലുമൊക്കെയാണല്ലോ. ഇത്തരം കാഴ്ചകൾ അവർക്ക് അന്യമായി തീർന്നിരിക്കുന്നു. ഭൂരിഭാഗം നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ഇത്തരം കാഴ്ചകൾ, കൊച്ചുമക്കൾക്കെന്നല്ല നമ്മുടെ മക്കൾക്ക് പോലും അന്യമായി തീർന്നിരിക്കുന്നു. അതിനാൽ അത്തരം കാഴ്ചകൾ തേടി ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പാടൻ്റെ സന്തോഷം കൊച്ചുമകനെയും കൂട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്നു. ഈ വെള്ളത്തിൻ്റെ ഒഴുക്കും അതിൽ അങ്ങിങ്ങായി ഒഴുകി വന്ന് പറ്റിപ്പിടിച്ച് വേര് പിടിച്ച് പൂത്തു തുടങ്ങുന്ന ആമ്പലും ഒക്കെ നമുക്ക് വിസ്മൃതിയുടെ ലോകങ്ങളാണ്. ഇത്തരം സ്മൃതികൾ നമ്മളിൽ അനവധി ഉണ്ട്. എന്നാൽ നമ്മളുടെ കൊച്ചുമക്കൾക്ക് ഇത്തരം ഓർമ്മകൾ സമ്മാനിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ ഒരു പാടത്തിൻ്റെ കൈത്തോടിനെ ലക്ഷ്യമാക്കി ആ കൈത്തോടിൻ്റെ അരുവിയിലൂടെ നടന്ന് അതിൽ മിന്നിമറഞ്ഞ് പൊളഞ്ഞു പോകുന്ന പരൽ മീനുകളുടെ ആ വേഗതയും അവ നമ്മൾ തുപ്പുമ്പോൾ അതിലെ ഓടി വരുന്ന കാഴ്ചകളുമൊക്കെ കണ്ട് ഇങ്ങനെ മതിമറന്ന് ഉല്ലസിക്കുകയാണ്. ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായും എനിക്കും ആ ഒരു ബാല്യം തിരികെ കിട്ടുന്നു. എൻ്റെ ബാല്യത്തൊക്കെ ഇത്തരം കാഴ്ചകൾ കണ്ടു മടുത്ത് ഇത്തരം കാഴ്ചകളിൽ നിന്ന് അകന്നു ഓടുവാനായിരുന്നു അന്നത്തെ ശ്രമം. അന്നത്തെ നമ്മുടെ കാരണവന്മാർ ഇതിലൂടെയാണല്ലോ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. അവരൊക്കെ അന്നം തന്ന് ഊട്ടി വളർത്തി കെട്ടിപ്പൊക്കിയ സംസ്കൃതികളൊക്കെയാണ് ഇന്ന് നമ്മുടെ ആരോഗ്യവും അന്തസ്സും. എന്നാൽ അവരൊക്കെ വിസ്മൃതിയിലാണ്ടു പോയിരിക്കുന്നു. എന്നാൽ അത്തരം കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അവയെ ഒന്നുകൂടെ ഹൃദിസ്ഥമാക്കുകയും നമ്മൾ ആ ബാല്യത്തിലേക്ക് തിരികെ പോകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാഴ്ചകൾ കൊണ്ട് നമുക്ക് നേടാനാകുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇത്തരം കാഴ്ചകൾ കാണാത്തവർ, പ്രായമേറിയവർ അധികവും കണ്ടിട്ടുണ്ടാകും. എന്നാൽ നമ്മുടെ മക്കളും കൊച്ചുമക്കളുമൊന്നും ഇത്തരം കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല. മീനുകളെ വളർത്താറുണ്ടെങ്കിലും അതൊക്കെ ചെറിയ ചെറിയ ബോൾ അക്വേറിയങ്ങളിലോ കൊച്ചു അക്വേറിയങ്ങളിലോ ഒക്കെ ആയിരിക്കാം കാണുക. എന്നാൽ ചില കുട്ടികളൊക്കെ ഇത്തരം കാഴ്ചകൾ യഥേഷ്ടം കാണുന്നുമുണ്ടാകും. എന്നാൽ ഇത്തരം കാഴ്ചകൾ കാണാത്ത കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. സ്നേഹം നിറഞ്ഞവരെ, എത്ര കണ്ടാലും മതി വരാത്ത ഓർമ്മകൾ. തെളിനീര് പോലെയുള്ള വെള്ളത്തിൽ മിന്നിമറയുന്ന ആ പരൽമീനുകളെയൊക്കെ കാണുമ്പോൾ ആ ഒരൊറ്റ കാഴ്ചകൾ മാത്രം മതി നമ്മുടെ ബാല്യകാലം പുനർജനിക്കാൻ. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഈ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കുന്നത്. ഞാൻ എൻ്റെ കൊച്ചുമകന് വേണ്ടി ഇത്തരം ചില അനുഭവ കഥകൾ പറഞ്ഞു കൊടുത്ത് മണ്ണിൻ്റെയും ചേറിൻ്റെയും മണവും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയും ഒക്കെ മെല്ലെ മെല്ലെ ആ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഇത് നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓരോന്നിനെയും കൈ ചൂണ്ടി അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് പറയാവുന്ന തരത്തിൽ, അറിയാവുന്ന തരത്തിൽ ഞാൻ അവന് വിവരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ഈ യാത്രകളാണ് ഇന്ന് എൻ്റെ ആരോഗ്യവും സന്തോഷവും. അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ചകൾ കണ്ട് മതിമറന്ന് സന്തോഷിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികൾക്ക് ഇത്തരം കാഴ്ചകളൊക്കെ പകർന്നു കൊടുക്കുകയും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് കുട്ടികളുടെ വളർച്ചയും അവരുടെ അനുകരണങ്ങളും കാര്യങ്ങളും പോകുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും കുട്ടികളെ നാം അതിൽ ഭാഗഭാക്കാകുകയും നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും കുട്ടികളെ അറിയിച്ചുകൊണ്ട് തന്നെ അവരെയും വളർത്തുകയാണെങ്കിൽ അവർക്ക് ഈ പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കാം, എങ്ങനെ നിലനിൽക്കാം, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിജീവിക്കാം എന്നൊക്കെ ആ കുട്ടികൾ ഹൃദിസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അതിന് കുട്ടികൾക്ക് പ്രകൃതിയെ പരിചയപ്പെടുത്തിയാൽ മാത്രമേ ആവൂ. അതിനാലാണ് ഇത്തരം കാഴ്ചകൾ കൊച്ചുകുട്ടിയെ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ സന്തോഷം കൊണ്ട് മതിമറക്കുകയാണ്. തിരികെ വീട്ടിലെത്തിയ അവൻ്റെ
പുതിയൊരു കളിയിലേക്ക് മാറുകയാണ്. സംഗീതം അവന് വലിയ ഇഷ്ടമാണ്. മൊബൈലിൽ മ്യൂസിക് വെച്ച് അവൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇത്തരം കാഴ്ചകൾ നമ്മുടെ കൊച്ചുമക്കൾക്കും നിങ്ങൾക്കുമൊക്കെയായി ഞാൻ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത്തരം കാഴ്ചകൾ ഇഷ്ടമാണെങ്കിൽ കാണാം. നമ്മുടെ കൊച്ചുമക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ അനുകരിക്കുകയും അതോടെ അവർക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് ഉണ്ടാകുകയും ചെയ്യും എന്ന് മാത്രം പറയട്ടെ. നമ്മുടെ കൊച്ചുമക്കളെ നമ്മൾ ചെയ്യുന്നതെല്ലാം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക, നമ്മളുടെ കൂടെ കൂട്ടുക. നമ്മൾ മുതിർന്നവരാണ് നമ്മുടെ കൊച്ചുമക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും ദൂരുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. പച്ചപ്പാണിൻ്റെ സന്തോഷം കൂടുതലൊന്നും വിസ്തരിക്കാതെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം കാഴ്ചകളുമായി ഇനിയും കാണാം എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾക്കേവർക്കും സന്തോഷവും നന്മയും നേർന്നുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.